കാര്യമല്ല. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന മനുഷ്യനാകാൻ അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ഉസ്താദേ, അബൂബക്കർ തങ്ങളെ പോലെയല്ലല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവരാണല്ലോ. അബൂബക്കർ തങ്ങളുടെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ച് ലോകത്തുള്ള സർവരുടെയും ഈമാൻ എടുത്തു മറ്റേ ത്രാസിൽ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിന്റെ മുന്നിൽ ഞങ്ങൾ തോറ്റുപോകുമല്ലോ എന്ന് പറയുന്ന മുസ്ലിമേ, നീയും സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടിപിടിക്കുന്ന മനുഷ്യനാകണോ? എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കുന്നവനാകണോ? അല്ലാഹുവിന്റെ റസൂൽ ചില നന്മകൾ പറഞ്ഞു തരികയാ. നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, നീ നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചില നന്മകളുണ്ട്. ഈ പറയുന്ന നന്മകൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു കഴിഞ്ഞാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, കഷ്ടപ്പാടില്ല, ദുരിതങ്ങളില്ല, ദുഃഖങ്ങളില്ല, വേദനകളില്ല, രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആസ്വദിച്ച് നടക്കാൻ കഴിയുന്ന ആ പുണ്യം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ 8 കവാടങ്ങളുണ്ടല്ലോ. ആ 8 കവാടങ്ങളും ആടി വിളിക്കുന്ന മനുഷ്യനാകണോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, ഈ നന്മകൾ ചെയ്താൽ, ഈ പറയുന്ന സൽക്കർമ്മം ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടവും നിന്നെ മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നിന്നെ മാടി വിളിക്കും, എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒന്നാമത്തെ വിഭാഗമാരാ? ചില എളുപ്പ വഴി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടെ ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളെ ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് എന്നെ സങ്കടം തോന്നുന്നു. ഉറക്കം വരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നേരെ ഇരിക്കും. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന് ചെയ്യുമല്ലോ. ഒന്ന് എഴുന്നേറ്റ് എഴുന്നേക്ക്. അൽഹംദുലില്ലാഹ്. സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ആണോ അല്ലേ? ആണെന്നാ പറയണ്ടല്ലേ? സുഖമാണോ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് അവിടെ നിൽക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഇവിടെ ഷാജിയാണെൻ്റെ ഫോൺ വിളി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? وعن عمر بن الخطاب رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال ما منكم من أحد يتوضأ فيبلغ أو يسبع الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും എന്നിലൂടെ കടന്നു പൊക്കോ എന്ന് പറഞ്ഞു മാടി വിളിക്കുന്നവനിൽ നിനക്ക് പെടണോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ദുആ ചെയ്യണേ. ഒരു ദുആ ചെയ്താ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും നിന്നെ മാടി വിളിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു ദുആ ചെയ്താൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടവും നിന്നെ ഇങ്ങനെ വിളിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ഏത് ദുആയാ? ഒളുവെടുത്തിട്ടൊരു ദുആ ചെയ്യും. ഒളുവെടുത്തിട്ട് അങ്ങനെ ദുആ ഉണ്ടോ? ഒളുവെടുത്തതിന് ശേഷം ഒരു ദുആ ഉണ്ടോ? എങ്ങനാ ദുആ? പോയി ഇരുന്നോളി, നിന്ന് ബുദ്ധിമുട്ടേ. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആവുണ്ട് അല്ലേ? എല്ലാത്തിനും ദുആയുണ്ട്. വുളൂഎടുത്തതിന് ശേഷമുള്ള ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു.
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന അസ്സമാനിയത യദ്ഖുലു മിൻ അയ്യിഹാ അയ്യ ശൈഇൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന വുളുവെടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥന, വുളുവെടുത്തതിന് ശേഷമുള്ള ദുആ ചെയ്യുന്ന മനുഷ്യനെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കും. നിങ്ങളിൽ ഒരാൾ ഞാൻ വുളൂ ചെയ്തതുപോലെ വുളൂ ചെയ്യുകയും വുളൂ ചെയ്ത് നന്നായി രീതിയിൽ ചെയ്യുകയും അതിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം ഒരാൾ പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ആ മനുഷ്യനെ മാടി വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ വുളൂഇന്റെ ദുആ എന്താന്ന് എല്ലാവരും ഒന്ന് പഠിച്ചോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താണ് ദുആ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് പറഞ്ഞു നോക്കിയേ. ഞാൻ ഒരാളോട് ചോദിച്ചു, അത്തഹിയ്യാത്ത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞപ്പോ കൂടെ പറയുന്നുണ്ട്, ഒറ്റയ്ക്കെന്ന് പറയാൻ പറഞ്ഞപ്പോ ഈ തെറ്റിപ്പോകുന്നു. തന്നെ നമ്മുടെ അവസ്ഥ ഇതാ സഹോദരങ്ങളെ. നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ട ദുആ ഇതാ. നിസ്സാരം വുളുവെടുത്തിട്ട് ആരാ ദുആ ചെയ്യണേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വുളുവെടുത്തിട്ട് എത്ര പേര് ദുആ ചെയ്യും? സ്വന്തം ചിന്തിച്ചു നോക്കിയേ. വുളുവെടുത്തിട്ട് ഓടുക, കാരണം ഇക്കാമത്ത് കൊടുക്കുമ്പോഴാണ് വന്നേ. ഇമാം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക, അപ്പോഴാ പടച്ചവനെ ഓടി വന്ന് വുളുവെടുത്തിട്ട് ഓടി വന്ന് കെട്ടാനോ നോക്കണം. ഇപ്പൊ പിന്നെ മുസല്ലയും കൂടെ തപ്പണം, അതാ മറ്റൊരു വിഷയം. സാമൂഹിക അകലം പാലിക്കണം. ഈ ധൃതിയിൽ ആരാപ്പോ ദുആ ചെയ്യാ? അപ്പോൾ അവിടെ പലരും മറന്നുപോകും. എന്നാൽ ചിലരൊക്കെ വുളുവെടുത്തിട്ട് ഖിബിലയുടെ നേരെ നിന്ന് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളൂ ചെയ്തതിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ അവന് സ്വർഗ്ഗത്തിന്റെ 8 കവാടവും തുറന്നിട്ടിട്ട് വിളിക്കും, വാ മോനെ ഇതിലേ തന്നെ നീ കയറിപ്പൊക്കോ എന്ന് വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ എവിടെ കേട്ട ഓർമ്മയുണ്ടല്ലേ? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അങ്ങനെയാണെങ്കിലും പല പല ഹദീസുകൾ, ഇതൊക്കെ പല പല ഹദീസുകളാണ്. എങ്കിലും അൽഹംദുലില്ലാ മുസ്ലിമിലെ ഹദീസുണ്ട്, തിർമിദിയിലെ ഹദീസുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ സാധാരണ പഠിച്ചിരിക്കണം. വുളുവിന്റെ ദുആ, വുളുവിന്റെ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്ക്, അവനെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും വിളിക്കും. അബൂബക്കർ തങ്ങൾ വിളിച്ചു കയറി പോകുന്നത് പോലെ നമുക്കും പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വുളൂ ചെയ്യുകയും അത് ഏറ്റവും കൃത്യമായി ചെയ്യുക. വുളൂവിന്റെ ഒരു മഹത്വം സത്യം പറഞ്ഞാൽ 2 ദിവസം ഒരു ഹദീസ്, 2-3 ദിവസമായി ഞാനൊരു ഹദീസ് വായിച്ചു. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ വുളൂ എടുക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വുളൂ എടുക്കുമ്പോൾ ആ ഫീലിംഗ് ഉണ്ട്. ഇനി അടുത്ത് 2 ദിവസം മുമ്പ് ക്ലാസ്സിൽ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു. അതിനകത്ത് പറയുക, ഒരാൾ വുളുവെടുക്കുന്നതിന് വേണ്ടി കൈ കഴുകുമ്പോൾ ആ കയ്യിൽ നിന്ന് 1-ാമത്തെ തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ കൈ കൊണ്ട് ചെയ്ത പാപം പൊറുക്കും. മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് പറഞ്ഞത്, മുഖം കഴുകുമ്പോൾ കൈ മുട്ടുൾപ്പെടെ കാല് മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ പടച്ചവന് ഒരൊറ്റ വുളു. നമ്മൾ വുളുവെടുക്കുമ്പോൾ ധൃതി വേണ്ട. സത്യം പറഞ്ഞാൽ ചിന്തിച്ചാൽ മതി. 1 തുള്ളി വെള്ളം താഴെ വീഴുമ്പോൾ തന്നെ ആ അവയവം കൊണ്ട് ചെയ്ത പാപം അല്ലാഹു ഈ ഹദീസിന്റെ അവസാനം പറയുന്നു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഒരു വുളുവിന്റെ ശ്രേഷ്ഠതയാണ്. ഒരു വുളൂ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വുളൂ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇഖ്ലാസോടെ ഇപ്പോൾ വുളൂ എടുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മ വരും, പാപങ്ങളല്ലേ പുറത്തു കളയാം. അൽഹംദുലില്ലാ, മരിച്ചാൽ സ്വർഗം കിട്ടുമല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ദുആ നിങ്ങൾ നിത്യമാക്കുക. ആ നിത്യമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ ഉത്ബത്ത് ഇബ്നു അബ്ദ് സുല്ലമി റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ
മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തുൻ മിൻ വലദിൽ ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ തലഖൗ മിൻ അബ്വാബിൽ ജന്നാ الثمانية من أيها شاء دخلا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടവും വിളിക്കും, നിങ്ങൾ ഇതിലേക്ക് കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊരു തലവേദന വന്ന് നമുക്ക് പറ്റുമോ? നമ്മുടെ മക്കൾക്കൊരു പനി വന്ന, നമ്മുടെ മക്കളൊക്കെ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് കരഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? 3 എണ്ണം, അതും പ്രായപൂർത്തിയാകാത്ത മക്കൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ അടുത്ത് വലിയ സംഭവം നമ്മളൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. ഒരു കാസർഗോഡ് എവിടെ ഉള്ളൊരു കുട്ടിയുടെ തൊണ്ടയിലൊരു വണ്ട് കുരുങ്ങിയിട്ട് മരണപ്പെട്ടു. തിരുവനന്തപുരത്ത് മിച്ചർ തിന്നിട്ട് പോയത്, മിച്ചർ തിന്നിട്ട്. 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ ഭയങ്കര കരച്ചല്, കുറ്റിപ്പുറത്ത് പുഴയിൽ മുങ്ങി മരിച്ചു. 3 അദ്ദേഹം മോൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു ഷഹീദിൻ്റെ കൂലി കൊടുക്കുമാറാകട്ടെ. എടുത്തിപ്പോൾ 2-3 ദിവസമേ ആയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു വേദനയാണ്. അപ്പം 1 അല്ല 2 അല്ല 3 എണ്ണം, അതും പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ. ഈ അടുത്ത് മാങ്ങ എടുക്കാൻ പോയ 3 എണ്ണം ഒറ്റയടിക്ക് വെള്ളത്തിൽ, 3 മക്കളും. ചിന്തിച്ചു നോക്കിയ 3 മക്കൾ വെള്ളത്തിൽ മുങ്ങി. അതുപോലെ തന്നെ ഇതുപോലൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നു. അപ്പൊ അവർക്ക് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം സ്വർഗമാണ്. എപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ സൈനു നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി ഒരുപാട് അവിടെ കണ്ട ഒരു വീട്ടിൽ പോകുമ്പോൾ ഒരു കുടുംബത്തിലെ 3 പേരെങ്ങാണ്ട് മരണപ്പെട്ടു, ഒറ്റയടിക്ക് പോയി. 2 പേരോ 3 പേരോ ആകെ ഉണ്ടായിരുന്ന 3 പോയി. 2 ആണുങ്ങളും ഒരു പെൺകുട്ടി, 3 പേര്. ആ വീട്ടിൽ ദുആ ചെയ്യാൻ പോയി. പടച്ചോനെ, വാപ്പ ഗൾഫിലായിരുന്നു, നാട്ടിലേക്ക് വന്നു. അപ്പം ഇങ്ങനെ പോയി അവസാനം ചോദിക്കുക, ഇനി ഞങ്ങൾ ആർക്ക് വേണ്ടിയേ ജീവിക്കണ്ടേ? വാപ്പയും ഉമ്മയും മാത്രം. ആ വീട്ടിൽ 3 എണ്ണം ഒറ്റയടിക്ക് പോയി. അതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാ. ഒരാളെ രക്ഷിക്കാൻ നോക്കി, അടുത്ത ആൾ പോയി തന്നെ. വലിയ വേദനയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിൻ്റെ വേദന ആർക്കും അറിയില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ ഒരു വാപ്പയും മകനും എപ്പോഴും വരും. വലിയ വാപ്പ പള്ളിയിൽ വരുമ്പോൾ മോനെയും കൊണ്ട് വരാറുണ്ട്. ആ മകനെ കാണുന്നില്ല. ആ മകനെ കാണാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കേട്ടോ മോനെന്തേ? മോനെ, എൻ്റെ മോൻ മരിച്ചുപോയി നബിയെ. ആ സമയത്ത് പ്രവാചകൻ സ്വഹാബിയോട് പറഞ്ഞു, നീ ക്ഷമിക്ക്, സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിൻ്റെ മുന്നിൽ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറുപ്പത്തിലൊക്കെ കൊച്ചുമക്കൾ മരിച്ചുപോയാൽ ആ മക്കളുണ്ടാകും സ്വർഗത്തിൻ്റെ മുന്നിൽ. ഒരു സഹോദരി വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, ഞാൻ 3 മക്കളെ പ്രസവിച്ചു, 3 മരിച്ചുപോയി. 1 7 മാസത്തിൽ, 1 3 മാസത്തിൽ, 1 7 മാസത്തിൽ, 1 പ്രസവിച്ച ഉടനെ അങ്ങനെ 3 മക്കളും പോയി. ഉസ്താദെ, ഞാൻ 4ാമത് ഗർഭിണിയാണ്, എനിക്കിതിനെയെങ്കിലും വേണം, എനിക്കിതിനെയെങ്കിലും അല്ലാഹു തരണം. 3 എണ്ണം പോയി. ഈ വേദനയും ത്യാഗങ്ങളും സഹിക്കുന്നത് വലുതാ. അള്ളാഹു ആ സഹോദരിക്ക് സ്വാലിഹായ ഒരു സന്താനത്തിന് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, 3 മക്കളും മരിച്ചുപോയ ആ പാവം, അള്ളാഹുവെ, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ടെന്നാ. നീ കൈവിടല്ല പടച്ചവനെ, നീ കൈവിടല്ല റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ആ ഉമ്മ കരഞ്ഞപ്പോൾ ഒക്കെ ഫോണ് സ്പീക്കറിൽ അത്രയും സങ്കടം തോന്നി. ഓരോ മാതാപിതാക്കൾ ഈ മക്കളൊക്കെ ബൈക്ക് കൊടുത്തിട്ട് പായ, കാരണം ഇപ്പം എല്ലാം ഗെയിമാണല്ലോ. ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ റോഡേ പോകുന്നവനെ ഇടിച്ചു മറിച്ച്, ഗെയിമിനകത്ത് അങ്ങനെ സ്പീഡിൽ പോയി ഇടിച്ചു മറിച്ച്, കാറൊക്കെ ഇടിച്ചു മറിച്ച്, ഇതൊക്കെ ഈ ശീലമായി. കുട്ടികളത് ബൈക്ക് എടുത്തിട്ട് പായ, ഒന്നും നോക്കണില്ല, അവനങ്ങ് പോകും. പക്ഷേ അവൻ്റെ മാതാപിതാക്കളുടെ വേദന അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾ മരണപ്പെട്ടാൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിൻ്റെ 8 കവാടവും അവരെ കാണുമ്പോൾ വിളിക്കും. ഏതിലൂടെ വേണമെങ്കിലും കടന്നു പോകാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ 3ാമതായി പറയുകയാ,
അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവർ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകുന്നവർ, പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്നവർ, ആ നിസ്കരിക്കുന്നവർ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടങ്ങൾ മാടി വിളിക്കുകയാണ്, എന്നിലൂടെ കടന്നു പോ മനുഷ്യ, എന്നിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞ് അല്ലാഹുവേ 5 നേരം നിസ്കരിക്കുന്നവൻ നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് ക്ഷണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചവരാണ്, നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് പഠിച്ചവരാണ്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. 4ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന 4ാമത്തെ പെണ്ണാരെന്നറിയുമോ? 4ാമത്തെ വിഭാഗം ഒരു പെണ്ണാ. അവൾ ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാ. അല്ലാഹുവേ, തനിക്ക് മഹ്ർ തന്ന വിവാഹം കഴിച്ച തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ പ്രിയപ്പെട്ട ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന പെണ്ണ്, ആ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണ്, ആ ഭർത്താവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണ്, ആ സ്വാലിഹത്തായ പെണ്ണിനെ നാളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുകയാണ്, എന്നിലൂടെ കടന്നു പൊക്കോ, എന്നിലൂടെ കടന്നു പൊക്കോ. നിസ്കാരത്തിന്റെ വാതിൽ വിളിക്കുന്നു, ജിഹാദിന്റെ വാതിൽ വിളിക്കുന്നു, സദഖ കൊടുത്തവന്റെ വാതിൽ വിളിക്കുന്നു, നോമ്പുകാരന്റെ വാതിൽ വിളിക്കുന്നു. പടച്ചവനെ, എല്ലാ കവാടങ്ങളും വിളിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ സ്നേഹിച്ച പെണ്ണ്, ഭർത്താവിനെ വഴിപ്പെട്ട പെണ്ണ്, ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണ്, ഭർത്താവ് പറയുന്നതനുസരിച്ച പെണ്ണ്, നീ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കടന്നു പൊക്കോ എന്ന് സ്വർഗം മാടി വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ആമിനായ വിളിക്കുകയോ ഇല്ലയോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി. സ്വർഗത്തിന്റെ എല്ലാ വാതിലും എന്താണ് ആസറണ്ണ ഷബാനത്തായി വിളിക്കുകയോ ഇല്ലയോ എന്ന് അക്കൾ ആലോചിക്കുക. ഓരോ മനുഷ്യനും ചിന്തിക്കുക, പടച്ചവനെ ഏത് വാതില നമ്മളെ വിളിക്കുക, സ്വർഗത്തിൽ എൻ്റെ സുമയായ ഏത് വാതിൽ വിളിക്കുക. നമ്മളെ ചിന്തിക്കുക, സ്വർഗത്തിന്റെ എല്ലാ വാതിലും വിളിക്കും, എന്നിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ഭാര്യ മലപ്പെടുത്തുമാറാകട്ടെ. ഇത്രയും നാൾ പറഞ്ഞില്ല, ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം, എൻ്റെ പൊന്നാര ആമിന, ഇന്നത്തെ വയത് കേട്ടില്ലല്ലോ നീ, സ്വർഗത്തിന്റെ 8 വാതിലും വിളിക്കുക. ഓള് പറയും, പിന്നെ നിങ്ങൾ പോയാലല്ലേ വിളിക്കണേ. അവസ്ഥ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു ആലം. പടച്ചോനെ, ഇപ്പൊ കുടുംബ വഴക്കൊന്നും ഇല്ലല്ലോ സജിയണ്ണെ, ഇപ്പൊ കുടുംബ വഴക്കൊന്നും ഇല്ലെന്ന് തോന്നില്ലേ? സ്ത്രീധനത്തിന്റെ വിഷയം വന്നതിന് ശേഷം ഇപ്പൊ അടി കുറവാണ്. സ്ത്രീധനത്തിന്റെ വിഷയം വന്നതിന് ശേഷം ഇപ്പൊ അടി കുറവാണ്, കുഴപ്പമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമുറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ല അല്ലാ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും ഈ സദസ്സിലില്ല റഹ്മാനെ.
അന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റബ്ബേ, നന്ദി കെട്ടവരാണ് റബ്ബേ, ദ്രോഹികളാണ് റബ്ബേ. അല്ലാഹുവേ, അഹങ്കാരികളാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കാരുണ്യവാനാണല്ലോ അല്ലാ. നിന്നെക്കാളും കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ലല്ലോ അല്ലാ. നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ലാ. റബ്ബേ, പുറത്തുതാ പടച്ചവനെ. അല്ലാഹുവേ, ദുൽഹജ്ജ് മാസമാണല്ലോ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാ. ഞങ്ങളെ രക്ഷപ്പെടുത്തു റബ്ബേ. ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റു റബ്ബേ. നിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകുമ്പോൾ ഞങ്ങളുടെ ഉമ്മ ഇന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിൽ മരിച്ച സ്വർഗം കിട്ടണേ അല്ലാ. സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ് റബ്ബേ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന കബറാക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. വീടിനകത്ത് കിടന്ന് വേദനിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ. അവര് പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാ അല്ലാ. ഞങ്ങളുടെ ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും അവര് കാരണമാ അല്ലാ. അവർക്ക് നീ പടച്ചവനെ ശിഫാ നൽകണേ തമ്പുരാരെ. അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാരെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാരെ. ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി തകർക്കല്ലേ അല്ലാ. ബ്ലോക്ക് തരല്ലേ അല്ലാ. ശരീരത്തിന്റെ ഭാഗങ്ങൾ കീറി മുറിക്കല്ലേ അല്ലാ. കൈകാലുകൾ വെട്ടി മുറിക്കല്ലേ അല്ലാ. ശരീരം തളർത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീ തകർക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവര് മുഴുവനും ഞങ്ങളും മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല റഹ്മാനെ. നല്ല മരണം കിട്ടാ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല റബ്ബേ. എങ്കിലും നിന്റെ കരുണ വിശാലമാണല്ലോ അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എത്ര തിരക്കാണെങ്കിലും പടച്ചവനെ, ഇവിടെ വന്നിരിക്കുന്ന ഈ പാവങ്ങളെ നീ കൈവിടല്ലേ അല്ലാ. ഇവര് പലരും രോഗികളാണ് റഹ്മാനെ. ജോലി കഴിഞ്ഞെന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയമാണ് റബ്ബേ. നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല റബ്ബേ. കൈവിടല്ലേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ.
ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലൈവ് ചെയ്യുന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ. മണിക്കൂറുകളായി കയ്യിൽ മൊബൈലും പിടിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പാവങ്ങളുണ്ട് റബ്ബേ. അവരുടെ പേര് നിനക്കറിയാമല്ലോ അല്ലാ, അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ലാ. അവര് നിന്നെ ഇഷ്ടപ്പെടുന്നവരാ അല്ലാ. കൈവിടല്ലേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ, മക്കളെ നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ, വീട് കൊടുക്കണേ അല്ലാ, ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ലാ, പുറത്തു പറയാമടിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ഈമാൻ നിലനിർത്തണേ അല്ലാ, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഭാര്യ സ്വാലിഹത്താക്കണേ അല്ലാ. പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് റബ്ബേ, കൈവിടല്ലേ റബ്ബേ. ജോലിയിൽ സ്ഥിരത നൽകണേ റബ്ബേ. കുടുങ്ങിയവരെ നീ എത്തിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. പടച്ചവനെ പലരും രോഗികളായി കിടപ്പിലാണ് റബ്ബേ. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് അഹങ്കാരികളാക്കല്ലേ അല്ലാ, നന്ദി കെട്ടവരാക്കല്ലേ അല്ലാ, നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലാ, ഞങ്ങളെ ചതിക്കുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദക്ക നൽകിയവരുണ്ടോ കൈവിടല്ലേ അല്ലാ. വലിയ പ്രതീക്ഷയോടുകൂടി വന്നവരാ അല്ലാ. പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും ഈ പള്ളിയെ ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. ഈ മജ്‌ലിസിൽ പ്രതീക്ഷ വെച്ചവരാണ് റബ്ബേ. ആട്ടി ഓടിക്കല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, കടങ്ങൾ മാറ്റണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈ പള്ളിയുടെ ഖബർസാനിൽ കിടക്കുന്ന സർവ്വ ഖബറാടുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. മംഗലാപുരത്ത് നിന്ന് സൈനബ, അല്ലാഹുവേ തന്റെ ഉമ്മയുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ, കണ്ണിന്റെ കാഴ്ച ശക്തി കൊടുക്കണേ റഹ്മാന്. അല്ലാഹുവേ കണ്ണൂര് കണ്ണപുറത്ത് നിന്ന് റഷീദ, അല്ലാഹുവേ പടച്ചവനെ സുഖമില്ലാതെ കിടക്കുന്ന സഹോദരിക്ക് വേണ്ടി ശിഫ കൊടുക്കണേ തമ്പുരാന്, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാന്, പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങൾക്ക് ചായ തരുന്നവർ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ, ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ പള്ളിയിൽ നടക്കുന്ന ആ ഉദ്ഹിയ്യത്ത് കർമ്മം നല്ല രീതിയിൽ നടത്തണേ അല്ലാ, തടസ്സങ്ങളും പ്രയാസങ്ങളും വരുത്തല്ലേ അല്ലാ, ഒരു അപകടത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഈ ദുആയ കബൂലാക്കണേ തമ്പുരാന്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് റബ്ബേ, റോഡരികത്ത് കിടന്ന് മരിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. വണ്ടികളടിയിൽ നിന്നും മയ്യത്ത് വലിച്ചെടുക്കുന്ന അവസ്ഥ വരുത്തല്ല അല്ലാ, വെട്ടിക്കീറല്ലേ അല്ലാ. നല്ലതുപോലെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലും മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല റബ്ബേ, ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ റബ്ബേ, അല്ലാഹുവേ നീ അവളെ വിധവയാക്കല്ലേ പടച്ചവൻ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാൻ.
ഈമാൻ കുറഞ്ഞവരാണ് റബ്ബേ. വലിയ പരീക്ഷണങ്ങളൊന്നും തരല്ലേ അല്ലാ. അത് താങ്ങാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്കില്ല റബ്ബേ. നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ, ഈ നീട്ടിയ കയ്യെ നീ തട്ടല്ല റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. ഇത് അവസാന ദുആക്കല്ല അല്ലാ, ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, സജിയണ്ണന്റെ കുടുംബത്തിൽ ആ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഖബറിലാണ് അല്ലാ, ഖബറ് സ്വർഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭാര്യയുടെ പിതാവ് ഖബറിലാണ് റബ്ബേ, മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ഉമ്മയുടെ ഉമ്മയും രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്, ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ ഭാര്യ അവളുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിലും ജോഡികളാക്കണേ റഹ്മാനെ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ശബ്ദം നിലനിർത്തണേ തമ്പുരാനെ. അഹങ്കാരം തരല്ലേ അല്ലാ. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ ഈ ആരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഞങ്ങളെ മുഴുവനും മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നിന്റെ കഅബയിലേക്ക് വിരുന്നിന് വിളിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദുആയ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل